दे दे माँ श्री निर्मला निर्विचारिता दे दे माँ श्री निर्मला निर्विचारिता दे दे माँ एककार अनुभूति के लिए एककार अनुभूति के लिए निर्विचारिता दे दे माँ एककार अनुभूति के लिए निर्विचारिता दे दे माँ
जय श्री माता जी। ശ്രീമാതാജിയുടെ ശ്രീചരണങ്ങളിൽ നമുക്ക് നമ്മെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കാം. നമുക്ക് വലത് കൈയെടുത്ത് ഇടത് ഹൃദയത്തിൽ ചേർത്ത് വെക്കാം. ശ്രദ്ധയെ പരിപൂർണമായും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. ശ്രദ്ധയെ നമുക്ക് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് തന്നെ നിലനിർത്താം. ശ്രീ മാതാജിയോട് അപേക്ഷിക്കാം. ശ്രീ മാതാജി, അങ്ങ് കരുണാമയാണ്, അങ്ങ് സ്നേഹമയാണ്, അങ്ങ് തന്നെയാണെല്ലാം. ശ്രീ മാതാജി, അങ്ങ് കൃപയാണ്, ഞങ്ങളുടെ ഹൃദയം നിർമ്മലമാക്കിയാൽ ശ്രീ മാതാജി, അങ്ങയുടെ ദിവ്യ സ്നേഹത്തെ ഉൾക്കൊള്ളുവാനുള്ള ഹൃദയശുദ്ധി ഞങ്ങൾക്ക് നൽകിയാണ്. ശ്രീ മാതാജി, അങ്ങയുടെ ശ്രീചരണങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് അങ്ങയെ പൂജിക്കുവാൻ ഞങ്ങളുടെ യോഗ്യരാക്കിയായിരുന്നു. ശ്രീ മാതാജി, അങ്ങ് കൃപയാൽ ഞങ്ങളിൽ അങ്ങയുടെ ദിവ്യ സ്നേഹത്തെ അനുഭവപ്പെടുത്തിയാൽ കൈകൾ താഴ്ത്തി മടിയിൽ തുറന്നു വെക്കാം. ശ്രീ മാതാജിയുടെ ദിവ്യ സ്നേഹത്തെ നമ്മുടെ രണ്ട് കൈകളിലും സഹസ്രാരത്തിലും നമുക്ക് അനുഭവിക്കാം. നമ്മിൽ എല്ലാറ്റിനും കാരണമായിരിക്കുന്നത് ആ ദിവ്യ സ്നേഹമാണ്. അത് നമുക്ക് അനുഭവിക്കാം. ആ ദിവ്യ സ്നേഹത്താൽ നമുക്ക് നമ്മുടെ കുണ്ടലിനിയെ ഉയർത്തി ബന്ധം ചെയ്യാം.
ശ്രീമാതാജി, ഞങ്ങൾക്കൊന്നും തന്നെ അറിയില്ല. അങ്ങ് ഞങ്ങളെ ധ്യാനത്തിന്റെ, സ്നേഹത്തിന്റെ, ആനന്ദത്തിന്റെ അവസ്ഥയിലേക്ക് ഞങ്ങളെ നയിച്ചാൽ അതിനുള്ള യോഗ്യത ഞങ്ങൾക്ക് നൽകിയാൽ പരിപൂർണമായ ആത്മാർത്ഥത ഞങ്ങളിൽ ഉണർത്തിയാൽ ധ്യാനത്തിന്റെ എല്ലാ അനുഭവവും ഞങ്ങൾക്ക് സഹസ്രാരത്തിലൂടെ നൽകിയാൽ ശ്രദ്ധയെ നമുക്ക് സഹസ്രാരത്തിന് മുകളിൽ തന്നെ നിലനിർത്താം. ശ്രീ മഹാമന്ത്രം. ത്വമേവ സാക്ഷാത് ശ്രീ മഹാലക്ഷ്മി മഹാസരസ്വതി മഹാകാളി ത്രിഗുണാത്മികാ കുണ്ടലനീ സാക്ഷാത് ശ്രീ ആദിശക്തി മാതാജി ശ്രീ നിർമ്മലാ ദേവി നമോ നമഃ. ത്വമേവ സാക്ഷാത് ശ്രീ കൽക്കി സാക്ഷാത് ശ്രീ ആദിശക്തി മാതാജി ശ്രീ നിർമ്മലാ ദേവി നമോ നമഃ. ത്വമേവ സാക്ഷാത് ശ്രീ കൽക്കി സാക്ഷാത് ശ്രീ സഹസ്രാരസ്വാമിനി മോക്ഷപ്രദായിനി മാതാജി ശ്രീ നിർമ്മലാ ദേവി നമോ നമഃ. ശ്രദ്ധയെ നമുക്ക് മൂലാധാര ചക്രത്തിലേക്ക് കൂടിക്കൊണ്ടുവരാം. ശ്രീ ഗണേശ മന്ത്രം. ത്വമേവ സാക്ഷാത് ശ്രീ ഗണേശ സാക്ഷാത് ശ്രീ ആദിശക്തി മാതാജി ശ്രീ നിർമ്മലാ ദേവി നമോ നമഃ. ശ്രീ മാതാജി, അങ്ങ് തന്നെയാണ് ശ്രീ ഗണേശൻ. അവിടുന്ന് കൃപയാണ് ഞങ്ങളിലുള്ള
ഗണേശ തത്വത്തെ ഉണർത്തിയാൽ ശ്രീമാതാജി അങ്ങ് കൃപയ അങ്ങയുടെ ശ്രീ ഗണേശനെ പോലെ ഞങ്ങളിലും പരിപൂർണമായ നിഷ്കളങ്കത പ്രദാനം ചെയ്തു. ശ്രീമാതാജി അങ്ങ് കൃപയാൽ ഞങ്ങൾക്ക് ബുദ്ധിയും വിവേകവും വിവേചനാശീലവും നൽകിയാൽ ശ്രീമാതാജി സാക്ഷാത് ശ്രീ ഗണേശനായ അവിടുന്ന് ഞങ്ങളിൽ ധ്യാനത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മൂലകാരണത്തെയും അങ്ങ് ദൂരീകരിച്ചു. അങ്ങ് ഞങ്ങളെ ധ്യാനത്തിലേക്ക് നയിച്ചു. നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കാനായി നമുക്ക് രണ്ട് കൈകളും ഭൂമി തത്വത്തിൽ ചേർത്ത് വെക്കാം. ശ്രീ ഭൂമി മാതാ സാക്ഷാത് സാക്ഷാത് ശ്രീ ഭൂമി മാതാ സാക്ഷാത് ശ്രീ ആദിശക്തി മാതാജി ശ്രീ നിർമ്മല ദേവേ നമോ നമഃ. ശ്രീ മാതാജി അങ്ങ് തന്നെയാണ് ശ്രീ ഭൂമി മാത. അങ്ങ് കൃപയാ ഞങ്ങൾക്ക് ധ്യാനത്തിന് തടസ്സമായി നിൽക്കുന്നു മനസ്സിനെയും ശരീരത്തെയും ബാധിച്ചിട്ടുള്ള എല്ലാ മൂലകാരണത്തെയും അങ്ങയുടെ ഭൂമി തത്വത്തിലേക്ക് വലിച്ചെടുത്ത് നിങ്ങളുടെ മനസ്സും ശരീരവും പരിപൂർണമായും ശുദ്ധീകരിച്ച് ഞങ്ങളെ ധ്യാനത്തിലേക്ക് നയിച്ച
ഇടനാഡി ശുദ്ധമാക്കാനായി നമുക്ക് ഇടത് കൈ മടിയിലേക്ക് കൊണ്ടുവരാം. ശ്രദ്ധയെ നമുക്ക് ഇടനാഡിയിലേക്ക് കൂടി കൊണ്ടുവരാം. ശ്രീ മഹാകാളി ഭൈരവനാഥ് സാക്ഷാത് ത്വമേവ സാക്ഷാത് ശ്രീ മഹാകാളി ഭൈരവനാഥ സാക്ഷാത് ശ്രീ ആദിശക്തി മാതാജി ശ്രീ നിർമ്മല ദേവി നമോ നമഃ. ശ്രീ മാതാജി, അങ്ങ് തന്നെയാണ് ശ്രീ മഹാകാളിയും ശ്രീ പെരുമാൾ. അങ്ങ് കൃപയാ ഞങ്ങളിൽ ധ്യാനത്തിന് തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ ഇടനാഡിയെ ബാധിച്ചിട്ടുള്ള എല്ലാ മൂലകാരണത്തെയും അങ്ങയുടെ ഭൂമി തത്വത്തിലേക്ക് വലിച്ചെടുക്കും. ഞങ്ങളുടെ ഇടനാഡി ശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തി ഞങ്ങളെ ധ്യാനത്തിലേക്ക് നയിച്ചു. ശ്രീ മാതാജി, അങ്ങയുടെ ദിവ്യ സ്നേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ആത്മീയ ഉന്നതി നേടുവാനുള്ള ഇച്ഛ ഞങ്ങളിൽ ശക്തിപ്പെടുത്തിയ ശ്രദ്ധയെ നമുക്ക് പിംഗള നാഡിയിലേക്ക് കൊണ്ടുവരാം. വലത് കൈ മടിയിലേക്കും ഇടത് കൈ ആകാശതത്വത്തിലും ഉയർത്തി വെക്കാം. ശ്രദ്ധയെ നമുക്ക് പിംഗള നാഡിയിലേക്ക് ശ്രീ മഹാസരസ്വതി ഹനുമാൻ സാക്ഷാത് ത്വമേവ സാക്ഷാത് ശ്രീ മഹാസരസ്വതി ഹനുമാൻ സാക്ഷാത് ശ്രീ ആദിശക്തി മാതാജി ശ്രീ നിർമ്മല ദേവി നമോ നമഃ. ശ്രീ മാതാജി, അങ്ങ് തന്നെയാണ് ശ്രീ മഹാസരസ്വതിയും ശ്രീ ഹനുമാൻ. കൃപയാ ഞങ്ങളിൽ ധ്യാനത്തിന് തടസ്സമായി നിൽക്കും ഞങ്ങളുടെ പിംഗള നാഡിയെ ബാധിച്ചിട്ടുള്ള
എല്ലാ മൂല കാരണത്തെയും അങ്ങയുടെ ആകാശ തത്വത്തിലേക്ക് വലിച്ചെടുക്കും. നിങ്ങളുടെ പിങ്കള നാഡിയെ പരിപൂർണമായും ശുദ്ധീകരിച്ച് ഞങ്ങളെ ധ്യാനത്തിലേക്ക് നയിച്ച ശ്രീ മാതാജി, ഞങ്ങളെ ആത്മീയ ഉന്നതിയിലേക്ക് നയിക്കുന്നത്, അങ്ങയുടെ ദിവ്യ സ്നേഹത്തെ സ്വീകരിക്കുന്നത് നിങ്ങളുടെ പിങ്കള നാഡിയെ ശക്തിപ്പെടുത്തി ക്രിയാശക്തി നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. കൈകൾ താഴ്ത്തി നമുക്ക് മടിയിൽ തുറന്നു വെക്കാം. ശ്രദ്ധയെ നമുക്ക് സുഷുമ്നാ നാഡിയിലേക്ക് കൊണ്ടുവരാം. ശ്രീ മഹാലക്ഷ്മി ഗണേശ സാക്ഷാത് त्वमेव साक्षात् श्री महालक्ष्मी गणेश साक्षात् श्री आदिशक्ति माता श्री निर्मला देवे नमो नमः. ശ്രീ മാതാജി, അങ്ങ് തന്നെയാണ് ശ്രീ മഹാലക്ഷ്മിയും ശ്രീ ഗണേശും. അങ്ങ് കൃപയാ ഞങ്ങളിൽ ധ്യാനത്തിന് തടസ്സമായി നിൽക്കും. ഞങ്ങളുടെ സുഷുമ്നാ നാഡിയിലുള്ള സർവ തടസ്സങ്ങളെയും അങ്ങ് ദൂരീകരിച്ച അങ്ങ് ഞങ്ങളെ ധ്യാനത്തിലേക്ക് നയിച്ച ശ്രീ മാതാജി, ശ്രീ മഹാലക്ഷ്മിയായ ഞങ്ങളുടെ സുഷുമ്നാ നാഡി നിങ്ങളുടെ ആത്മീയ ഉന്നതിക്കും അങ്ങയുടെ ദിവ്യ സ്നേഹത്തെ സ്വീകരിക്കുന്നതിനും ഞങ്ങളിൽ അങ്ങ് മഹാലക്ഷ്മി തത്വത്തെ ഉണർത്തിയാൽ അങ്ങ് ശുദ്ധജ്ഞാനമാണ്.
അതിലൂടെ ഞങ്ങൾ ധ്യാനത്തിന്റെ പരമാനന്ദത്തെ പ്രാപ്തമാക്കിയ ഗൗരി മാത അവിടുന്ന് ഉണർന്നാലും ശ്രീമാതാജി അവിടുന്ന് ഞങ്ങളുടെ സഹസ്രാര പത്മത്തിൽ നിലകൊണ്ടാൽ ശ്രീമാതാജി ഞങ്ങളുടെ ശ്രദ്ധയെ സഹസ്രാരത്തിൽ നിലനിർത്തിയ ധ്യാനത്തിന്റെ അനുഭവത്തെ, അനുഭൂതിയെ, ആനന്ദത്തെ ഞങ്ങൾക്ക് പ്രാപ്തമാക്കിയാലും ശ്രീമാതാജി. ശ്രീമാതാജി ഞങ്ങളെ നിർവിചാര സ്ഥിതിയിലേക്ക് നയിച്ച ശ്രീമാതാജി അങ്ങയുടെ ശബ്ദത്തെ ഞങ്ങളുടെ സഹസ്രാരത്തിലൂടെ സ്വീകരിക്കാൻ, അങ്ങയുടെ ദിവ്യവചനങ്ങളെ ഞങ്ങളുടെ സഹസ്രാരത്തിലൂടെ സ്വീകരിക്കാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചാലും ശ്രീമാതാജി. ശ്രീമാതാജിയുടെ അമൃതവാണിയിൽ ലയിച്ചുകൊണ്ട് അതിനോടൊപ്പം ഒന്നായി തീർന്നു നമുക്ക് ധ്യാനം തുടരാം.
suffer from some serious, stupid problems, that's why you become serious. And by becoming serious, if you think your problems will be solved, they will not. But at the same time, I must tell you, we should not be frivolous. We should not be vulgar and not frivolous. That's not. See these flowers. Look at them. They are shaking with my vibrations. But look at them in their own dignity. They are going to die tomorrow. They are not bothered. As long as they are all right there in their own place, giving you pleasure and happiness, finished. What is the use of a light? Let us see as a light as we are, to give the light. So we are here to give joy, happiness to everyone, to make everyone happy. There are so many ways of making others happy. And for that we have to learn also. So many things we have to learn how to make others happy. And then when you make them happy, then you feel that joy within yourself. Oh, that's so happy. See their happiness, then only this lotus opens out much more. Like a ripple moves and moves to the end of the shores, and then from the shore it returns back to you. In the same way, when your joy reaches the joy of others, then the ripples that come up make a beautiful pattern of your life. Just think of such situations where you did something good to others, been very nice to others, and then you found the joy in that person, and how that joy came back to you. Think of that pattern that you felt so subtly in your life, how it is built in. Whenever you think of that time or that moment or that area, whole picture comes to you. And you think, what a time. But that time is eternally within you, all the time. And that's why is Diwali so important. You are all, as I said, you are my light. And the light is there, which is an eternal light. These lights will be finished. We'll have to light them every year, not you people. You have eternal light. And this light is going to spread joy. What's the problem of this world? The whole problem, you take it. There's no joy. Simple as that. There's no joy. If they had joy, they would not have done all these nonsensical things. There's no joy. When you have joy, you don't want to fight, you don't want to do anything that is harmful, you don't want to say anything harsh to anyone. Not only that, but you do not want to have something that will spoil this Mother Earth or which will bring ecological problem. No, you just don't want it. Don't want to do anything because it harms others. People feel unhappy about it, whether it is here, India, anywhere. You just feel that, why should I do such a thing which is not so congenial to others? I mean, it's not joy-giving. So when you have joy, you have to be joy-giving. And if you are not joy-giving, that means there's something lacking in your SahajaYoga, and that's why we have to come up now. We have to become Sahajayoginis and Sahajyogis. That is joy-giving society. We can change our name if you like, if not SahajaYoga is good, Joy-Giving Association. So this love, which is joy, actually I think when this love melts and flows like a river and gives nourishment to all the
surrounding trees on the shores. That is the time, is the completion of the individuality or a personality of that love. And that's the time it feels fulfilled. It's not just that you have a light in the corner, but it has to flow, it has to move, it has to nourish. Love is not something dead, like a stone. When it melts, it encompasses everything, and everything becomes very beautiful with that. So, you have to first understand that life is for giving joy to others, because you are now saints, and your light has to give joy. Little bit you have to bear. You have powers to bear. You have all the powers. And so I wish you good luck for the next year and great prosperity. May God bless you. My job is to encourage you, to tell you about your inner subtleties, your beauty. Now, do you know what beautiful thing you are? Let us talk about our inner beauty. What are we? Are we all these mad people? Are we all these people who are all the time are miserable? Or are we all these people who are always fighting, those who are hankering after things, whom this matter dominates? No. We are the spirit. We are the spirit. We are the reflection of God Almighty, which is purity, which is truth, which is knowledge. We are that. We are not like ordinary people. How can we live on that level? Only if you are possessed, if you had a bad guru or something like that. Maybe you are going like a yo-yo, going up and down, up and down, up and down. But those who have crossed all those limits, have reached that state, should value that they are the spirit. So many spirits here sitting, reflecting God Almighty. I am such a proud mother. And all of you are capable of enlightening so many people in this world. But the beauty within you is that you are absolutely independent of anybody else. You depend only upon yourself, upon the source of your spirit, the joy of your spirit. You don't expect others to give you joy. Supposing somebody tomorrow comes and abuses me, I'll say, all right, doesn't matter. It never touches me because I am with myself. He is saying these things. He will suffer or not suffer, that's not my lookout. When you start depending upon yourself, just imagine a house which is standing on rocks. Like that you are. Try to feel it. Feel the rock within you.
Try to understand. We are not going to behave like other people. It's all right, people who have built their houses on sands have to worry. Not we. We have built on rocks. So we have to be very courageous. We have to be very bold. At the same time, extremely humble. When the tree is laden with fruits, it bends down. So we worship the Mother Earth, we worship the sun, we worship the moon, we worship everything that is around us which has helped us. We worship our parents, everyone. But above all, we worship ourselves. Because we are worshipable. Now all of you have become saints. That doesn't mean that you develop beards and have all funny dresses and all that. Nothing of that. You have saint because inside you there is the fragrance of beautiful fragrance of your lotus. That's the spirit. This is the lotus you have made for me here. Such a beautiful lotus. I am sitting in a beautiful lotus. In the same way, is reflected in your heart. It's a beautiful lotus. Feel that lotus. How beautiful, how delicate it is. It's pink because pink is the lotus which invites everyone. Sign of generosity, of invitation. Pink color attracts all kinds of insects, everybody. So, lotus is pink and it invites everything, open to everything, not frightened of anything. But it comes out of the mire, comes out of absolutely horrible ponds. There are lots of worms going around it, all right? But it emits the fragrance and makes the whole pond so beautiful. That's what you are. Wherever you will be, you can create that beauty. You can flow that beauty. You can make people see what a spiritual person is. You are the reflector of SahajaYoga, not me. You have to reflect SahajaYoga. But such people are always in joy. And wisdom. Sri Ganesha is the giver of wisdom. Wisdom. How to behave at what time. How to say at what time. How far to go with everything. It just should become innate, Sahaj. You don't have to work it out, but should know. Now I'm a Sahajogini. Every morning you should tell yourself, I'm a Sahajogini. So how far I should go? How should I behave? I should behave. What should be my attitude? All this can be very easily understood if you develop this lotus of wisdom. How does the lotus come out? There is a seed, it sprouts. That's how the wisdom. There is already the seed within you. All of you have got. And now it has started opening because you are realized souls. Allow your wisdom to take over. So, how do you do it? There's one way I would say. Supposing mother had this problem, what she would have done? Very good idea. How she would have dealt with it.
You may then say that we don't understand Mother's style, she's full of tricks. Correct, I am. But there's a very simple way of doing it. I surrender it to my wisdom. And the wisdom itself that is in you is active. It will work. This point also we should understand. Wisdom within you is active. There was one gentleman working at the airport in London. He's a SahajaYogi, but he doesn't come to the collective, he has no time. So somebody said something harsh to him. Went home and he said that, it's not good, he said to me, you see, after all, I'm a SahajaYogi. And next day, he heard the fellow has fallen from his bike. The gentleman might not have understood that because he said all these things, that's why this has happened to me. But he knew, because deities are all with you. So in wisdom you understand that all the deities are just with you. And whatever happens to you, they are before you. Nobody can harm you. Nobody can touch you. You are so protected. Lotuses are not protected. You are so protected that anybody tries to harm you, immediately there's protection. Also your own protection is there, as I said, that you jump into thoughtless awareness. We harm ourselves more than anybody else can sometimes. One friend of mine I knew, she was from very childhood, she was like that. Always crying for everything. Always she used to cry. For nothing at all, because she was such a spoiled child that she used to always cry. And I was surprised to see at a very young age she became blind. I said, how did you become so blind? She had to use a very thick glass and all that. She said, I used to cry so much, you remember? I said, that I remember. But did you cry even after school? Yes, I was always crying like this. So it's kind of a personality you develop. That I like that, I just cry. But why not develop a personality that I am always in joy? Anything I see, I feel joyous. Anything I hear, I feel joy. Then this lotus of your fragrance will improve. And then activity of your wisdom will be that you will take all that is very beautiful. Easily you will get all that is very satisfying, very joyous. It's kind of an activity of this wisdom within you, which just leads you to people who are extremely nice, to situations which are very beautiful, where you discover nice things. Or to such beautiful creations that you would never expect to see. It's very, very important to understand that you tell me, Mother, this miracle happened, that miracle happened. It's nothing. It's your own wisdom, your own spirit is working it out. You don't have to do anything. Only thing you have to remember that you are a SahajaYogini and your character should be that of a SahajaYogini, that your ideas should be that of a SahajaYogini. Same with SahajaYogis. SahajaYogis, being men, they don't show much.
But there are certain other ways of showing his temper. They get into tempers. And sometimes the tempers are so much that you just start looking what's the matter with the person. One side the tempers, another side the crying. I mean, in between what remains, I don't know. Both things are absolutely not needed. You have to correct people to say things. Just now I had to say something, I've said it, finished. But it's not anger. It just, I have to act. The difference is like this. I'm not involved in it. Even if I cry, I'm not involved. I'm just crying. Even if I'm angry, I'm not really angry. I'm just trying to be angry in an acting. That's what happens. You do not get involved into it. But if you get involved into your anger, then the joy is finished, completely finished. Some people think also that if you are joyous, you have to be very serious. Not at all. What is there to be serious? What is so serious in this world? Everything is stupidity. I don't find anything serious in this world. And I can't keep serious for more than 3 minutes. Sometimes people take advantage of that, but what can I do? That's my nature. What is so serious? You don't have to create sun, you don't have to create moon, you don't have to create Mother Earth. What's so serious? What great jobs have you to do? Everything is there for you. Just enjoy. What is there to be so serious? Some people, try to impress also by their seriousness. Once I saw a lady standing very seriously thinking. I said, what is the problem? I don't know how to broom this thing. So I don't have a broom. I said, such a big problem is there, as if the heavens are falling. Doesn't matter, today you don't do it. You can do it tomorrow. What is so important? I mean, if you don't have something, it's all right. No, I must do it. You see, I'm very house proud. I said, that's the main problem, which is serious. So because you suffer from some serious, stupid problems, that's why you become serious. And by becoming serious, if you think your problems will be solved, they will not. At the same time, I must tell you, we should not be frivolous. We should not be vulgar and not frivolous. That's not. See these flowers. Look at them. They're shaking with my vibrations. But look at them in their own dignity. They are going to die tomorrow. They are not bothered. As long as they are all right there in their own place, giving you pleasure and happiness, finished. ജയ് ശ്രീ മാതാജി. നമുക്ക് നമ്മെ തന്നെ പരിപൂർണമായും ശ്രീ മാതാജിയിലേക്ക് തുറന്നു വെച്ചുകൊണ്ട് നമുക്ക് അല്പനേരം കൂടി നമുക്ക് ആ നിശബ്ദ ധ്യാനത്തിൽ തുടരാം.
ജയ് ശ്രീ മാതാജി. നമുക്ക് ഒരുമിച്ച് ശ്രീ മാതാജിയുടെ അമ്മയെ അപേക്ഷിക്കാം. ശ്രീ മാതാജി, അങ്ങയുടെ ഇച്ഛ പോലെ അങ്ങ് പറഞ്ഞതുപോലെ സ്നേഹത്തിന്റെയും ആനന്ദത്തിന്റെയും അസോസിയേഷന്റെ ഭാഗമാകാൻ, സ്നേഹം നൽകുന്ന അസോസിയേഷന്റെ ഭാഗമാകാൻ, ആനന്ദം നൽകുന്ന അസോസിയേഷന്റെ ഭാഗമാകാൻ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്താലും അങ്ങ് ഞങ്ങളെ ഏറ്റവും നല്ല യോഗിനിയാക്കി മാറ്റിയാൽ ശ്രീ മാതാജി, ഞങ്ങളെ പരിപൂർണമായും അങ്ങയുടെ ശ്രീചരണങ്ങളിൽ സമർപ്പിക്കും. ശ്രീ മാതാജി, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. അതിനായി ഞങ്ങളെ പാകപ്പെടുത്തിയാൽ ശ്രീ മാതാജി, സുന്ദരമായൊരു ധ്യാനം ഈ ഓൺലൈൻ കളക്റ്റീവ് ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങയുടെ ശ്രീചരണങ്ങൾ കോടി കോടി പ്രണാമം, കോടി കോടി അനന്ത കോടി പ്രണാമം. ശ്രീ മാതാജി, ഈ ധ്യാനവേളയിൽ ഞങ്ങളുടെ ശ്രദ്ധക്കുറവുകൊണ്ടോ ഭക്തിക്കുറവുകൊണ്ടോ അങ്ങയോട് ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും അവിടുന്ന് ഞങ്ങൾക്ക് മാപ്പ് നൽകിയാൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചാൽ സാവധാനം. കളക്റ്റീവ് ബന്ധൻ. ശ്രീ മാതാജിയുടെ ശ്രീചരണങ്ങളിൽ നമുക്ക് ഒരിക്കൽ കൂടി നമസ്കരിക്കാം. जय श्री माता जी।